നമസ്കാരം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പാഠഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസ് പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് 2 വോള്യങ്ങളായിട്ടാണ്. ഒന്നാമത്തെ വോള്യത്തിൽ 9 ചാപ്റ്ററുകളും രണ്ടാമത്തെ വോള്യത്തിൽ 9 ചാപ്റ്ററുകളുമാണുള്ളത്. ആദ്യ വോള്യത്തിൻ്റെ പേര് ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്നാണ്. 1947 മുതൽ ഇതുവരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയമാണ് ഒന്നാം വോള്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് 9 ചാപ്റ്ററുകളിലൂടെ. അതുപോലെ തന്നെ രണ്ടാം വോള്യത്തിലെ 9 ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യുന്നത് 1947 മുതൽ ഇതുവരെ ഉള്ള ഇൻ്റർനാഷണൽ പൊളിറ്റിക്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്നാണ്. ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിൽ നേരിട്ട വെല്ലുവിളികൾ. ഈ ഒന്നാം അധ്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒന്നാം അധ്യായം പഠിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ 1947 മുമ്പുണ്ടായിരുന്ന 1947 മുമ്പുണ്ടായിരുന്ന ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യയിലെ രാഷ്ട്രീയം, ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും ഒന്നാം അധ്യായം പഠിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് പറയാറുള്ളത്. ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ മാത്രമേ നമുക്ക് ഒന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാനാവൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, 1947 മുമ്പുണ്ടായിരുന്ന ഒരു ചരിത്ര പശ്ചാത്തലം എന്താണ് എന്നുള്ളത് ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം. ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു 1-2 നൂറ്റാണ്ടുകൾ പ്രത്യേകിച്ച് ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. നമ്മളിത് ആരംഭിക്കുന്നത്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ രൂപീകരണത്തോടു കൂടിയിട്ടാണ്. ഇന്ത്യയിലേക്ക് കച്ചവടം ചെയ്യുന്നതിൻ്റെ താല്പര്യത്തോടു കൂടി രൂപീകരിച്ചൊരു കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ കമ്പനി രൂപീകരിക്കുന്നത്. 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. ഈ കമ്പനിയുടെ ആളുകൾ ഇന്ത്യൻ രാജാക്കന്മാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ആദ്യ കാലഘട്ടത്തിൽ രാജാക്കന്മാർ ഇന്ത്യയുമായിട്ട് വ്യാപാരത്തിന് അനുമതി നൽകാതിരിക്കുകയും പിന്നീട് മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുമായിട്ടുള്ള കച്ചവടത്തിന് അനുമതി ലഭിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാർ, അതിനു മുമ്പേ പല വിദേശികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിൽ ധാരാളം ഇത് പഠിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും പഠിച്ച് മറന്ന ഒരു ഭാഗം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നതാണ് 1600 ഒരു പ്രധാന ചുവടുവെപ്പ്. അതിനുശേഷം കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാർ, നമ്മൾ മറ്റു വിദേശികളെക്കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഒക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇംഗ്ലീഷുകാരുടെ ഒരു ആധിപത്യത്തിൻ്റെ കീഴിൽ ആണ് നമ്മളുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ മോചിതരായത്. അതുകൊണ്ട് ഇംഗ്ലീഷുകാരുടെ ചരിത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചതിന് ശേഷം 1757 എന്ന് പറയുന്നൊരു ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിലേക്ക് വന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ രാഷ്ട്രീയം ഉപയോഗിച്ച്, അവരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ പിടിച്ചെടുക്കുകയും ആ പ്രദേശത്ത് ഭരണം സ്ഥാപിക്കുകയും ചെയ്യുന്നത് ബംഗാളിലാണ്. ആ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സാംസ്കാരിക കേന്ദ്രം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ബംഗാളിനെയാണ് ആദ്യം അവർ പിടിച്ചെടുക്കുന്നത്. പിന്നെ ബംഗാളിൽ നിന്നുകൊണ്ട് അവർ ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങളായി ആക്രമിച്ചും തന്ത്രപരമായിട്ടും
പല രീതിയിൽ പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയെ ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ രൂപത്തിലേക്ക് അവർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബംഗാൾ 1757 ലാസി ബാറാണ് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1757 ബംഗാൾ പിടിച്ചെടുത്തതിന് ശേഷം ഒരു നൂറ്റാണ്ടോളം കാലം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ വലിയ ചെറുത്തുനിൽപ്പുകളൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഇന്ത്യയിൽ ധാരാളം ചെറുത്തുനിൽപ്പുകൾ നമ്മുടെ പ്രദേശമായിട്ടുള്ള പാണ്ടിക്കാട് പോലും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു സംഘടിത പോരാട്ടം, ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ളൊരു സംഘടിത ആക്രമണം ബ്രിട്ടീഷുകാർക്കെതിരെ 1857 വരെ ഉണ്ടായിട്ടില്ല. 1857 അപ്പോൾ നമുക്കൊരു സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ഡേറ്റ് എന്ന് പറയുന്നത് 1857 ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സംഘടിതമായിട്ടുള്ളൊരു വലിയ പ്രക്ഷോഭം ഉണ്ടായി. ഇതിനെയാണ് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഇതിനെ ശിപ്പായി ലഹള എന്നൊക്കെ പറഞ്ഞ് ചുരുക്കി കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തായാലും ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്ന 1857 ഈ പ്രക്ഷോഭത്തെയാണ്. പല രാജാക്കന്മാർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷുകാരെ എതിരിട്ടത്. ചിലർക്ക് പെൻഷൻ നിഷേധിച്ചതാണ് കാരണം, ചിലർക്ക് ദത്താവകാശ നിരോധന നിയമം മൂലം ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന വെല്ലുവിളിയായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണെങ്കിലും കുറേ രാജാക്കന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത ആക്രമണം സംഘടിപ്പിച്ചത് 1857 ഈ സംഭവത്തോടു കൂടി 1858 ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് അവസാനിപ്പിക്കുകയും രാജ്ഞി ഇന്ത്യയിലെ ഭരണം നേരിട്ടേറ്റെടുക്കുകയും ചെയ്തു. 1858 റെഗുലേഷൻ ആക്റ്റാണ് 1858 റെഗുലേഷൻ ആക്ട്. അപ്പോൾ 1858 മുതൽ ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് നിയന്ത്രിക്കാൻ തുടങ്ങിയതാണ്. പിന്നീട് വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളിലൂടെ, ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളിലൂടെ ആണ് ഇന്ത്യയെ ഭരിച്ചിരുന്നത്. അപ്പോൾ 1858 ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവവികാസം എന്ന് പറയുന്നത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. WC ബാനർജിയുടെ, ഹ്യൂമിൻ്റെ, അലൻ ഒക്ടേവിയസ് ഹ്യൂമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ 72ഓളം പ്രധാനികൾ ചേർന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നീട് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനമായിട്ട് മാറുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമൂലമായിട്ടുള്ള സംഭാവനകൾ നൽകുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതൊരു ദേശീയ പ്രസ്ഥാനമായിരുന്നു, രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി ഒരു ദേശീയ പ്രസ്ഥാനമായിരുന്നു. അപ്പോൾ 1885 നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത് ആദ്യ കാലഘട്ടം മിതവാദികളുടെ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നിവേദനങ്ങൾ കൊടുത്തിട്ടും ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ മുന്നിൽ നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു രീതിയാണ് തുടക്കത്തിൽ ഇവർ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ മിതവാദികളുടെ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മോഡറേറ്റ്സ്, ഗോപാലകൃഷ്ണ ഗോഖലെ, WC ബാനർജി, ഇവരൊക്കെ മിതവാദികളുടെ നേതാക്കന്മാർ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെ, ഇവരൊക്കെ മിതവാദികളെ. അപ്പം മിതവാദികളുടെ കാലഘട്ടമാണ് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തെയാണ് മിതവാദികളുടെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തേക്ക് കുറച്ചുകൂടി വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ വരികയും വളരെ രക്തരൂക്ഷിതമായ മാർഗത്തിലൂടെ തന്നെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാരെ ഓടിക്കണമെന്ന് വിശ്വസിച്ചിരുന്ന കുറച്ചുകൂടി എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഇവരെ ഈ കാലഘട്ടത്തെയാണ്. അപ്പോൾ 1905 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തെയാണ് തീവ്രവാദികളുടെ കാലഘട്ടം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇത് ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്
ഇവരൊക്കെ, അതുപോലെ ഭഗത് സിംഗ്, ഇവരൊക്കെ ഒരുപാട് പേരുകൾ നമ്മൾ വളരെയധികം ഓർത്തിരിക്കുന്ന പേരുകളാണ്. ഇവരുടെ കാലഘട്ടമാണ് തീവ്രവാദികളുടെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. 1920 കോൺഗ്രസിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഗാന്ധിയൻ ഇറയാണ്. 1920 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യമായിട്ട് മഹാത്മാഗാന്ധി ഈ രംഗപ്രവേശം ചെയ്യുകയാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിലാണ് അദ്ദേഹം ഇന്ത്യയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ പ്രോഗ്രാം. ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഗാന്ധിജി പതിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തും സാമ്രാജ്യത്വത്തിനകത്ത് തന്നെ വലിയൊരു ശക്തിയായിട്ട് ഗാന്ധിജി മാറി എന്നുള്ളതാണ്. അപ്പോൾ 1920 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തെ നമുക്ക് ഗാന്ധിയൻ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാം. ഗാന്ധിജി സുപ്രധാനമായിട്ടും 3 സമരങ്ങളാണ് ഇന്ത്യയിൽ, ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3 സുപ്രധാനമായിട്ടുള്ള സമരങ്ങൾക്കാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റാണ്. നോ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ സമരമാണ്. സഹകരിക്കാതിരിക്കുക, ബ്രിട്ടീഷുകാരുമായിട്ട് സഹകരിക്കാതിരിക്കുക എന്നുള്ളൊരു സമരതന്ത്രത്തിന് ഗാന്ധിജി രൂപം നൽകി. ഇത് വളരെ ജനകീയമാവുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് മാറുന്നതിലേക്ക് വഴിവെക്കുകയും ചെയ്തതാണ് 1920 ഗാന്ധിജി ആരംഭിച്ച നിസ്സഹകരണ സമരം. അത് ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റാണ്. അതുപോലെ തന്നെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ മറ്റൊരു വലിയ പ്രസ്ഥാനമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഗാന്ധി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും ഒറ്റയടിക്ക് പറയുന്നൊരു ഉത്തരം എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹം എന്നാണ്. ഉപ്പ് സത്യാഗ്രഹമല്ല, അത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം, സിവിൽ നിയമങ്ങൾ ലംഘിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉപ്പ് നിർമ്മിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർക്കുള്ളൂ എന്നുള്ള നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഇന്ത്യയിലാകമാനം ഉപ്പ് നിർമ്മിക്കുന്ന ഒരു സമരമാർഗം, പുതിയ സമരമാർഗം ദണ്ഡിയാത്രയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് 1930 ആരംഭിക്കുന്നത്. 33 വരെ 3 വട്ടമേശ സമ്മേളനങ്ങളൊക്കെ 30, 31, 32 വർഷങ്ങളിലെ 3 വട്ടമേശ സമ്മേളനങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് കൂടി നടപ്പിലാക്കിയതോടുകൂടി ഈ സമരത്തോടു കൂടിയിട്ട് ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ഒന്നുകൂടി ശക്തിയാർജിക്കുകയും ഗാന്ധിജി ഇന്ത്യയിലെ ഒരു കരിസ്മാറ്റിക് ലീഡറായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നതാണ്. അതിനുശേഷം 1933 ശേഷം ഗാന്ധിജി പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൽ വലിയ പ്രക്ഷോഭങ്ങളൊന്നും സംഘടിപ്പിച്ചിട്ടില്ല. കൂടുതൽ കാലം ഏകദേശം ഒരു 10 വർഷത്തോളം ഗാന്ധിജി ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഹരിജൻസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച ഹരിജൻസിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഐത്ത ഉച്ചാടനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഗാന്ധിജി ഏർപ്പെട്ടിരുന്നത്. പിന്നീട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച അവസാനത്തെയും ഏറ്റവും വലുതുമായിട്ടുള്ള പ്രക്ഷോഭമാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലാണ്. അതുവരെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ പോകണോ എന്നുള്ള ഒരു മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നില്ല. 1942 ഈ സമരത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ളൊരു മുദ്രാവാക്യം. അതുതന്നെയാണ് സമരത്തിൻ്റെ പേരും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വളരെ ശക്തിയാർജിക്കുകയും പോപ്പുലറൈസ് ചെയ്യുകയും ഇതോട് കൂടിയിട്ട് ഗാന്ധി വലിയ കരിസ്മാറ്റിക് ലീഡറായിട്ട് മാറുകയും ചെയ്തു. ഇന്ത്യ കണ്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് 1942 നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എത്തി നിൽക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ 1939 ആരംഭിച്ച 2ാം ലോക മഹായുദ്ധം,
39 മുതൽ 45 വരെയാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. 45 യുദ്ധം അവസാനിച്ചു. ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നൊരു സംഘടന രൂപം കൊണ്ടു. ഇനിയൊരു ലോക മഹായുദ്ധം ലോകത്തിനകത്ത് വരാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, മെയിൻ്റനൻസ് ഓഫ് വേൾഡ് പീസ് എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരു അന്താരാഷ്ട്ര സമാധാന സംഘടന 1945 രൂപീകരിച്ചു. ഈ സംഘടന എടുത്ത ഏറ്റവും ആദ്യത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത്, ലോകത്ത് എന്തുകൊണ്ട് യുദ്ധം സംഭവിച്ചു എന്നവർ പരിശോധിച്ചു. യുദ്ധത്തിൻ്റെ കാരണം സാമ്രാജ്യത്വമാണ്, ഇമ്പീരിയലിസമാണ്, കോളനിവൽക്കരണമാണ് എന്ന് മനസ്സിലാക്കിയ സംഘടന ലോകത്ത് ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ അവരെടുത്ത ഏറ്റവും ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത്, എല്ലാ മാതൃരാജ്യങ്ങളും അവരുടെ കൈവശമുള്ള കോളനികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ സാമ്രാജ്യത്വ ശക്തികളും അവരുടെ കൈവശമുള്ള കോളനികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടനും അവരുടെ കൈവശമുള്ള കോളനികളെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1946 ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ 2 അംഗങ്ങളെ, ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ 2 അംഗങ്ങളെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയും. ഇന്ത്യക്കാരുടേതായിട്ടുള്ളൊരു ഭരണഘടന ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അവർ നിർദ്ദേശിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 1947-46 ഡിസംബറിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങൾ 1946 ഡിസംബറിൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് സഹായകമായിട്ടുള്ളൊരു അന്താരാഷ്ട്ര തീരുമാനം 1945 ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നുണ്ടായി. ഇത് കോളനികളായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. ഈ തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഏകദേശം 2 പതിറ്റാണ്ടോളം കാലമുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കീഴിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഇനി സ്വാതന്ത്ര്യം നേടി ബ്രിട്ടീഷുകാർ ഭരണം ഇന്ത്യക്കാരെ ഏൽപ്പിച്ച് ബ്രിട്ടീഷുകാരെ പോയതോടുകൂടി നമുക്ക് ഒരുപാട് ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വന്നു. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നതിനെയാണ് ഇന്ത്യയിലേക്ക് കൈമാറിയിട്ട് അവർ പോകുന്നത്. അതിനുശേഷം ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് നേരിടേണ്ടി വന്ന 1947 ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്, ചാലഞ്ചസ് ഓഫ് നാഷണൽ ബിൽഡിംഗ് എന്ന പേരിൽ. അപ്പോൾ ആ അധ്യായമായിട്ട് നമ്മൾ വരും. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നു. അവർ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വരുന്നു. ബംഗാൾ പിടിച്ചെടുക്കുന്നു. ബംഗാളിനെ കേന്ദ്രമാക്കി ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളായിട്ട് അവർ പിടിച്ചെടുക്കുന്നു. 1757 പ്ലാസി യുദ്ധത്തോടു കൂടി ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായിട്ട് ആരംഭിക്കുകയാണ്. 1857 1-ാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടതോടുകൂടി ഇംഗ്ലീഷ് ആധിപത്യം പൂർണ്ണമാവുകയാണ്. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെ ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുകയും അത് ശക്തിയാർജിക്കുകയും അത് മിതവാദികളിലൂടെയും തീവ്രവാദികളിലൂടെയും കടന്ന് ഗാന്ധിജിയിലെത്തുകയും ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് നൽകുകയും അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരങ്ങളുടെ ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലുണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ കൂടി വന്നതോടുകൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ള ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകുകയും അങ്ങനെ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരികൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്നുള്ളതാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടേ നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഈ വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. 1-ാം അധ്യായമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരും. അതുവരെക്കും വണക്കം, നന്ദി, നമസ്കാരം.